നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ യാത്ര തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇപ്പോൾ അതിന്റെ രണ്ടാം പതിപ്പിലൂടെ രാഹുൽ ഗാന്ധി കടന്നു പോവുകയാണ്. വളരെ ക്രൂഷ്യലായ ഒരു സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിക്കലെത്തി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു യാത്രയുമായി ഇറങ്ങി പുറപ്പെടണമോ എന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കം അതിരൂക്ഷമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിന് മുൻപും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്ര താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് ദില്ലിയിലേക്ക് മടങ്ങി വരുന്നു എന്നത് തന്നെയാണ്. നിലവിൽ അവിടെ ബംഗാളിന്റെയും ബീഹാറിന്റെയും ബോർഡറായ കൊച്ച് ബീഹാറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു യാത്രക്കെതിരെ നടക്കുന്നുണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്നതിന്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ബംഗാളിലേക്ക് യാത്ര എത്തുമ്പോൾ അവിടെ സഹകരിക്കില്ല എന്ന ഒരു നിലപാട് തൃണമൂൽ കോൺഗ്രസിന് ഇതിനോടകം തന്നെയുണ്ട്. പക്ഷേ അതിൽ മമതാ ബാനർജി അനുനയിപ്പിക്കുന്നതിനായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ മമതയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്നതിന്റെ റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളിലടക്കം കാര്യമായ ഒരു പുരോഗതിയും ഒരു സംസ്ഥാനത്തും, ബീഹാറിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ദില്ലിയിലും ഒക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഈ ബീഹാറിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ കരുനീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള MLA-മാരിൽ 10ഓളം MLA-മാരുമായി BJP ഇതിനോടകം തന്നെ ചർച്ച നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ INDA എന്ന മുന്നണിക്കുള്ളിൽ അസ്വസ്ഥതകൾ രൂക്ഷമാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഈ സമയത്ത് എന്തിന് ഈ ഒരു യാത്രയുമായി മുന്നോട്ട് പോകണം എന്നതിനെ ചൊല്ലി. എന്തായാലും യാത്ര നാളെ പുനരാരംഭിച്ചേക്കാം, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പുനരാരംഭിച്ചേക്കാം എന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു സഖ്യത്തെ ഒറ്റയ്ക്ക് വിഴുങ്ങുക എന്ന ലക്ഷ്യമുണ്ട്. അതിന് പക്ഷേ തൃണമൂൽ കോൺഗ്രസോ ആം ആദ്മി പാർട്ടിയോ സമാജ്വാദി പാർട്ടിയോ ഒന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിനോടകം നിതീഷ് കുമാറും മമതാ ബാനർജിയും ഒക്കെ കോൺഗ്രസിനോടുള്ള ഒരു എതിർപ്പ് അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ഈ നിതീഷ് കുമാർ INDA എന്ന മുന്നണി രൂപീകരിക്കാൻ ഏറ്റവും മുന്നിൽ നടന്ന നിതീഷ് കുമാർ തന്നെ NDA സർക്കാർ ബീഹാറിൽ രൂപീകരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ, നാളെയാണ് സർക്കാർ രൂപീകരണം എന്ന് പോലും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, രാഹുൽ ഗാന്ധി ഈ വൈകിയ വേളയിൽ ദില്ലിയിൽ വന്നതിന് ശേഷം എന്ത് തീരുമാനം എടുക്കും, അല്ലെങ്കിൽ INDA പ്രധാനമന്ത്രി മുഖം നിതീഷ് കുമാറിനെ ഉയർത്തി കാണിക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ, അതായത് ഈ അവസാന മിനിറ്റുകളിൽ ദില്ലിയിലേക്ക് എത്തിയ ശേഷം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്താവുമെന്ന് കാതോർത്തിരിക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.